നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം, UDF ഭൂരിപക്ഷം കിട്ടി. അതിൽ തന്നെ 102 MLA-മാരുണ്ട്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് കോൺഗ്രസ് ഉണ്ട് അതിൽ. അപ്പൊ ഇതൊക്കെ ആയിരിക്കുമ്പോഴും മുഖ്യമന്ത്രി സ്ഥാനം ആരായിട്ട് തീരുമാനമായിട്ടില്ല. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ച. പക്ഷെ മറുവശത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതേപോലത്തെ ഒരു പ്രശ്നം നേരിട്ടതാണ് തമിഴ്നാട്ടിൽ TVക്ക്. അവർക്ക് 108 MLA-മാരുണ്ടാവുന്നു. ഗവർണറെ പോയി കാണുന്നു. സാധാരണ ഗവർണർ ചെയ്യേണ്ട ഒരു കാര്യം ഫ്ലോറിൽ ആർക്കാണോ അതിൽ ഏറ്റവും വലിയ മുന്നണി അവർക്ക് ഇത് കൊടുത്തിട്ട് ഫ്ലോറിൽ അവരുടെ ഭൂരിപക്ഷം തെളിയിക്കാൻ പറയാറുള്ള ഒരു പതിവാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കേരള ഗവർണർ, തമിഴ്നാടിന്റെ ചുമതല കൂടിയുള്ള കേരള ഗവർണർ പറയുന്നത്, നിങ്ങൾ ആദ്യം ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള സാധനം തെളിവ് സഹിതം ലിസ്റ്റ് കൊടുക്കാനാണ് പറയുന്നത്. സാധാരണ ചെയ്യാറുള്ളത് ഫ്ലോറിൽ നമ്മുടെ എത്ര സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത് തെളിയിക്കാനാണ്. അപ്പൊ ഇനി കോൺഗ്രസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴും ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന് ഒറ്റയ്ക്കൊരു ഭൂരിപക്ഷമല്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ മറ്റു മുന്നണികളുടെ ലിസ്റ്റ് ചോദിക്കോ അതോ എങ്ങനെയായിരിക്കും ഈ കാര്യത്തെ കാണുന്നത്? ഇവിടെ സാധാരണഗതിയിൽ ഇതുവരെ പാർലമെന്റിലും നിയമസഭകളിലും തുടർന്നു വന്ന ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ, ഭൂരിപക്ഷ കക്ഷിയുടെ നേതാവിനെ വിളിക്കുക, അല്ലെങ്കിൽ ഭൂരിപക്ഷ മുന്നണിയുടെ നേതാവിനെ വിളിക്കുക. ഇവരെ രണ്ടുപേരെ കിട്ടുന്നില്ലെങ്കിൽ രണ്ടാമത്തെ വലിയ കക്ഷിയുടെ നേതാവിനെ വിളിക്കുക. അത് ആ ഒരു പ്രൊസീജിയർ അങ്ങനെ പോവാണ്. മാത്രമല്ല, ഏത് കക്ഷിയെ വിളിച്ചാലും ഇത്ര 15 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണം എന്നൊരു വ്യവസ്ഥയും കൂടെ വെച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. കേരളത്തിൽ നമ്മളിപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട പ്രശ്നം, ബഹുമാനപ്പെട്ട ആർലേക്കർ ഗവർണറായിട്ട് വന്നപ്പോൾ തമിഴ്നാട്ടിൽ TVK എന്ന് പറഞ്ഞ വിജയ് എന്ന് പറഞ്ഞ ദളപതിയുടെ കക്ഷി, പുതിയ കക്ഷി, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് മാറി. ഒരു 10 സീറ്റിൻ്റെ അല്ലെ 15 സീറ്റിൻ്റെ കുറവാണ്. 10 സീറ്റാണ് ശരിക്കും കുറവ്. ഭൂരിപക്ഷത്തിന് 10 സീറ്റിൻ്റെ കുറവേ ഉള്ളൂ. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ, CPI CPM കക്ഷികൾ ദളപതിയെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് പത്രപ്രസ്ഥാനം വഴിയും പ്രമേയങ്ങൾ വഴിയും പാസ്സാക്കി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പോരാ, രേഖാമൂലം എനിക്ക് ഇവരുടെ 118 പേരുടെ പിന്തുണ എനിക്ക് കിട്ടണം, എങ്കിൽ മാത്രമേ വിളിക്കുള്ളൂ എന്നൊരു നിലപാട് ആരെടുത്തു? ഗവർണർ എടുത്തു. എന്തുകൊണ്ടോ ഈ 10 പേരെ ഒപ്പിച്ച് 120 പേരുടെ സപ്പോർട്ട് കൊടുക്കാൻ വിജയ്ക്ക് പറ്റുകയും വിജയിനെ വിളിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു, വിളിക്കുകയും ചെയ്തു, സത്യപ്രതിജ്ഞ ചെയ്തു. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ, കേരളത്തിൽ UDF 102 സീറ്റുണ്ട്. ഈ 102 സീറ്റ് കറക്റ്റാണ്. പക്ഷെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് 63 സീറ്റേ ഉള്ളൂ. ഈ എല്ലാ അപ്പോൾ പറയുക, ബാക്കി 63 തൊട്ട് 71 പേരുടെ ലിസ്റ്റ് എനിക്ക് പൂർണ്ണമായിട്ട് കിട്ടണം. ലിസ്റ്റ് ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്ന ലിസ്റ്റ് കിട്ടണം. വേണമെങ്കിൽ അവരുടെ കത്തും ചോദിക്കാം. അപ്പം അവരുടെ കത്ത് ചോദിക്കും. ഇവിടെ ഒരു വലിയ പ്രശ്നം, കേരളത്തിലെ UDF മുന്നണിക്ക് തർക്കങ്ങൾ പറയാൻ, അല്ലെ UDF കുറിച്ച് വിളിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ ഗവർണർക്കുണ്ട്. കാരണം യോജിപ്പുണ്ടോ കക്ഷികൾ തമ്മിൽ? കക്ഷികൾ തമ്മിൽ യോജിപ്പുണ്ടായിരിക്കും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാന്നുള്ളതിനെ കുറിച്ച് ഇവർക്ക് യോജിപ്പുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് യോജിപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നം വരുമ്പം കുഴൽനാടൻ്റെ ഒപ്പം കൊണ്ട് മാത്രം ചെന്നാൽ മതിയോ? അല്ലെ കോൺഗ്രസിലെ 63 KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്ന 10-30 MLA-മാരുടെ എണ്ണം കൊണ്ടങ്ങ് പോയാൽ മതിയോ? സതീശിനെ സപ്പോർട്ട് ചെയ്യുന്ന 5-6 MLA-മാരുടെ എണ്ണം കൊണ്ട് പോയാൽ മതിയോ? അവിടെ ഫുൾ 71 പേരുടെ ലിസ്റ്റ് കൊടുക്കണം. മുസ്ലിം ലീഗിനെ കാണാതെ എങ്ങനെ ലിസ്റ്റ് കൊടുക്കാൻ പറ്റുന്നത്? അതിന് കൊള്ളാടൻ എന്നാ ചെയ്യും? രമേശ് ചെന്നിത്തലയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇങ്ങേര് പറഞ്ഞിട്ടുണ്ട്, രമേശ് ചെന്നിത്തലയുടെ പോപ്പ് പറഞ്ഞിട്ടുണ്ട്, സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട്, പ്രശ്നം മുസ്ലിം ലീഗാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് മുസ്ലിം ലീഗ് വേണേൽ പിന്തുണ കൊടുക്കാതിരിക്കത്തില്ലേ? രമേശ് ചെന്നിത്തലയാണെങ്കിൽ, KC വേണുഗോപാലാണെങ്കിൽ. അപ്പോൾ ഇവിടെ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ഗവർണർക്ക് ഇഷ്ടംപോലെ പഴുതുകളുണ്ട്. ആ പഴുതുകളിലേക്ക് ഗവർണർ പോവില്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. ഇതിൽ എനിക്ക് തോന്നുന്നില്ല മറ്റൊരു കാര്യം, ഇപ്പം ഇന്ന് പറഞ്ഞത് UDF മീറ്റിംഗ് വിളിക്കുന്നുണ്ട്, MLA-മാരുടെ മീറ്റിംഗ്. അപ്പൊ ലീഗ് ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ട് ഞങ്ങളെ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള സാധനമാണ് രാവിലെ കേട്ട വാർത്തയിലൊക്കെ പറഞ്ഞു. ലീഗ് പറയുന്നത് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്നിട്ടേ ഞങ്ങൾ പങ്കെടുക്കുന്നുള്ളൂ എന്നുള്ളൊരു സംഭവം ലീഗ് മുമ്പോട്ട് വെക്കുന്നുണ്ട്. അപ്പം ഇത് ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ വലിയൊരു പ്രതിസന്ധിയിലോട്ട് പോകുമോ ഇല്ലേ? അപ്പം എങ്ങനെയായിരിക്കും ഇത്? ഈ പ്രതിസന്ധി ആരംഭത്തിൽ തന്നെ ഉണ്ടായത് നന്നായി. ഇവിടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക ജിയോഗ്രാഫിക്കൽ പൊസിഷനും ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥയും, തെക്കേ ഇന്ത്യയിലെ BJPക്ക് ഇതുവരെ ചന്ദ്രബാബു നായിഡു ഒരു നേരിട്ടൊരു എൻട്രി കിട്ടിയിട്ടില്ല.
ചന്ദ്രബാബു നായിഡുവിൻ്റെ എൻട്രി അല്ല കർണാടകത്തിൽ മാത്രമാണ് യെദ്യൂരപ്പ ഉണ്ടായിരുന്ന കാലഘട്ടം മാത്രം. കർണാടകത്തിൽ തിരിച്ചുപോയി, തെലുങ്ക് ദേശം പോയി. ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിൻ്റെ സപ്പോർട്ടിൽ നിൽക്കുകയാണ്. ടി.വിക്ക് നാളെ ഒരു ചന്ദ്രബാബു നായിഡു ആകുമെന്ന് BJPക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഇവിടെ കേരളത്തിൽ അങ്ങനെ ഒരു ഡയറക്റ്റ് എൻട്രിക്കുള്ള ശ്രമം BJP നടത്തുന്നുണ്ടോ ഇല്ലയോ? രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും കൂടുതൽ NSSന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള തിരുവനന്തപുരം ജില്ലയിലാണ് BJPക്ക് നേട്ടം ഉണ്ടായത്. അവിടുന്ന് 2 MLA-മാരുണ്ടായി. അത് രമേശ് ചെന്നിത്തല കാണാതിരിക്കരുത്. സുകുമാരൻ നായരുടെ പിന്തുണ ആർക്കായിരുന്നു? അപ്പം രമേശൻ നായർക്ക് മാത്രമുള്ള പിന്തുണയാണ്. അത് ശശി തരൂർ നായർക്കില്ല, മറ്റേ മുരളീധരൻ നായർക്കില്ല, സതീശൻ നായർക്കില്ല. രമേശ് നായർക്ക് മാത്രം കൊടുക്കുന്ന ഒരു പിന്തുണയാണോ ഇത്? സുകുമാരൻ നായരുടെ പിന്തുണ. എനിക്ക് തോന്നുന്നു VD സതീശനും നായർ കമ്മ്യൂണിറ്റി പെട്ട ആളാണ്. നായർ കമ്മ്യൂണിറ്റി, അതായത് സതീശൻ നായർ. ഇപ്പൊ 3 പേര്, KC വേണുഗോപാല്, രമേശ് ചെന്നിത്തല, VD സതീശൻ, 3 പേരും അപ്പൊ നായർ കമ്മ്യൂണിറ്റി പെട്ടവരാണ്. അല്ല, സുകുമാരൻ നായർ ആ നായരുടെ പാലും ഇവരുടെ 2 പേരെ സമ്മതിക്കുന്നില്ല എന്ന്. അയാളുടെ നായരല്ല എന്നുള്ളത്. അങ്ങനെ സുകുമാരൻ നായരുടെ നായർ, പെരുന്ന നായർ എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല മാത്രമേ ഉള്ളൂ എന്നാണ് ഇതുവരെയുള്ള നിലപാട്. പിന്നെ വേണുഗോപാലിലേക്ക് മാറുമെന്ന് അറിയത്തില്ല. സതീശന് അവർക്ക് ഇഷ്ടമല്ല. കാരണം സതീശൻ വളരെ കുറച്ച് ദിവസമേ അവിടെ പോയിട്ടുള്ളൂ, ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയിട്ടുള്ളൂ, സുകുമാരൻ നായർ കണ്ടിട്ടുള്ളൂ. അപ്പൊ അത് ഈഗോ പ്രോബ്ലം ഉണ്ട്. ഞാൻ എന്നോട് വിധേയത്വം പുലർത്താത്തവരെ നായരായിട്ട് അംഗീകരിക്കില്ല. അതാണ് പൊസിഷൻ. NSSന്റെ സ്വാധീനം കുറവുള്ള മലബാറിലേക്ക് ജയിച്ചു. ലീഗിന് സ്വാധീനമുള്ളിടത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൂത്തെറിഞ്ഞിട്ട് കോൺഗ്രസ് കടന്നു വന്നു. ഇത് സുകുമാരൻ നായർ കാണുന്നില്ലേ? ഇത് ജനങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനത്തിനെതിരായിട്ട് നായരോ ക്രിസ്ത്യാനിയോ ഈഴവനോ മുസ്ലിമോ അല്ല നിൽക്കുന്നത്. ജനങ്ങളാണ് തീരുമാനിച്ചത്. കാരണം ഇടതുപക്ഷം പറഞ്ഞ അത്രയും ഇതായിരുന്നു. അത് ഓർഗനൈസ് ചെയ്ത ആള് സതീശനാണ്. സതീശൻ നായരാണ് അത് ഓർഗനൈസ് ചെയ്തത്. അങ്ങനെ തന്നെ പറയാം. അപ്പൊ ഈ തരൂറിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ തരൂറിനെ പലപ്പോഴും ഡൽഹി നായർ എന്നൊക്കെ പറഞ്ഞാൽ ഡൽഹി നായർ പെരുന്ന നായരല്ല, അങ്ങനെ വ്യത്യസ്തരം നായർ തന്നെ ഉണ്ട്. അപ്പോൾ അല്ല, അങ്ങനെ ഉണ്ടാക്കിയെടുക്കും. കാരണം ഇവരോട് വിധേയത്തുള്ള NSSനോട് വിധേയത്തുള്ള കുറച്ച് NSSന് പറയേണ്ട ആവശ്യമില്ല. സുകുമാരൻ നായരോട് വിധേയത്തുള്ള കുറെ നായന്മാര്, ആ നായന്മാരെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും നോക്കുകയാണ്. അതിനുള്ള കളികളാണ് കളിക്കുന്നത്. ഇപ്പം ഗണേശന്റെ കാര്യത്തിൽ അവസാനം തള്ളി പറയേണ്ടി വന്നു. ഏതാ പത്തനാപുരത്ത് ഗണേശന്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ NSS ആയിരുന്നു. പിണറായി വിജയൻ പിണക്കാതെ വെച്ചുകൊണ്ടിരുന്നതിന് ഇവിടുത്തെ കേരള കോൺഗ്രസിലെ അല്ലെ LDFിലെ ഒരു രമേശായിരുന്നു ഗണേശൻ. എല്ലാ പിന്തുണ NSS കൊടുത്തിരുന്നു. ഇപ്പൊ ഗണേശന് NSSനും പിന്തുണ കൊടുത്തിരുന്നു. പക്ഷെ ആ കാലഘട്ടം മാറിയിട്ട് ഇത്തവണത്തെ കേരളത്തിലെ ഇലക്ഷൻ ജോയിക്ക് തവനൂരും ഷിയാസിന് കൊച്ചിയിലും മത്സരിച്ച് ജയിക്കാൻ പറ്റിയ അവസ്ഥ ഉണ്ടായ ഇലക്ഷനാണിത്. ആ ഇലക്ഷനെ ചെറുതായിട്ട് കാണരുത്. ആ ഇലക്ഷൻ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് നൽകുന്നുണ്ട്. അത് സമുദായ സംഘടനകൾക്ക് അനുകൂലമല്ല. അവർക്ക് അവരുടെ കാര്യം പറയാം, അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാം. മറിച്ച് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മന്ത്രിമാരെ നിയമിക്കണമെന്ന് പറയാതിരുന്നാൽ കേരളത്തോട് അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സ്നേഹമാണ്. അത് വഴങ്ങിക്കൊടുക്കാൻ കേരളത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം നിന്നാൽ, മുസ്ലിം ലീഗ് പറയുന്നത് മുസ്ലിം ലീഗ് UDFിലെ ഒരു പാർട്ണറാണ്, ഘടകകക്ഷിയാണ്, UDFിനെ നിലനിർത്തുന്ന പ്രധാന കക്ഷിയാണ്. എത്ര കാലമായിട്ടിത് സമാധാന അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുന്ന തീവ്രവാദ മുസ്ലിങ്ങൾക്ക് ശക്തിപ്പെടാൻ അവസരം കിട്ടാത്ത രീതിയാണ്. പക്ഷെ ഇവിടെ BJPക്ക് വളരാൻ പറ്റുന്ന സാഹചര്യം വരണമെങ്കിൽ ഒരു മുസ്ലിംസ് ഒരു പക്ഷത്തും എല്ലായിടത്തും മുസ്ലിം വിരോധമാണ്. മുസ്ലിം ഹിന്ദു പോളറൈസേഷൻ നടക്കണം. ആ കൂട്ടത്തിൽ ക്രിസ്ത്യാനിയും കൂടെ അപ്പുറത്ത് വിട്ടാൽ നല്ലത്. അതിനാണ് മുസ്ലിം ലീഗിനെ മാത്രം സുകുമാരൻ നായർ കുറ്റം പറയുന്നത്. ഇതേപോലെ തന്നെ മോൻസ് ജോസഫ് പറഞ്ഞിട്ടില്ലേ, കേരള കോൺഗ്രസ് പറഞ്ഞിട്ടില്ലേ, RSP പറഞ്ഞിട്ടില്ലേ, എന്റെയും മിണ്ടാത്തെ കൂടുതൽ എതിർക്കുന്ന മുസ്ലിം ലീഗിനെയാണ്. ഘടകകക്ഷികൾക്ക് അഭിപ്രായം പറയാൻ പാടില്ലേ? അത് തീരുമാനിക്കുന്നത് സുകുമാരൻ നായരാണ്. UDF ഘടകകക്ഷികളുടെ കൂട്ടായ്മയാണല്ലോ. അത് സ്വാഭാവികമായിട്ട് അവരുടെ നിലപാട് പറയണം. സുകുമാരൻ നായർക്ക് ഇതിൽ എന്താ അവകാശം എന്നുള്ളതാണ് പിന്നെ അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. ഇത്തരം ഇവരുടെയൊക്കെ അവകാശങ്ങൾ പോകാതെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് BJPക്ക് വേണ്ടിയുള്ള ചാരപ്പണി ചെയ്യുന്ന ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ട്. എല്ലാ സ്റ്റേറ്റിലും ഉണ്ടായിട്ടുണ്ട്. നാളെ തമിഴ്നാട്ടിലുണ്ടാവും. അതാണ് ഇവിടെ ചിലർ പറഞ്ഞാൽ ഇപ്പം BJPയിലേക്ക് പോകും, നാളെ ഇവിടെ ആരൊക്കെയാ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. പക്ഷെ ഇത് കേരളത്തിന്റെ പൊളിറ്റിക്കലായിട്ട് ഇത് ഫൈറ്റ് ചെയ്താൽ BJPക്ക് കേരളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്തവണ ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ച സിനിമാ നടന്റെ വിജയം എന്ന് പറയാം. ഇത്തവണ BJPക്ക് രാഷ്ട്രീയ വിജയം ഉണ്ടായിട്ടുണ്ട്. ആ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പോയാൽ BJP സമുദായത്തിന്റെ അടിസ്ഥാനത്തിൽ പോയാൽ BJPക്ക് കേരളത്തിൽ വിജയിക്കാൻ പറ്റില്ല. പക്ഷേ അപ്പം സുകുമാരൻ നായരെ കണ്ട് വലിയ ഉള്ളിയാകാൻ സുകുമാരൻ നായർക്ക് ആവശ്യം എന്താ? സുകുമാരൻ നായർക്ക് ആവശ്യം അവിടെ പെരുന്നേൽ NSS കരയോഗത്തിന്റെ അല്ലെ ഹരിപ്പാട് NSS കരയോഗത്തിന്റെ ആള് മുരാരി എന്ന് പറയുന്ന ആള് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലൊരു പ്രതിയാണ്.
ചോദ്യം ചെയ്യപ്പെട്ട് വിട്ടു കേസ് എടുത്തിരിക്കുന്ന പ്രതിയാണ്. ഇദ്ദേഹം ആളെ എന്തെല്ലാം ഇദ്ദേഹത്തിന് പറയാൻ കാണും? ഒരു സുകുമാരൻ നായർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ആഭ്യന്തര വകുപ്പാണ് വരുന്നതെങ്കിൽ, അല്ലെ ഗവൺമെന്റാണ് വരുന്നത്, UDF ഗവൺമെന്റാണ് വരുന്നതെങ്കിൽ ഇതിന്റെ സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം പ്രോപ്പറായിട്ട് എങ്ങോട്ട് തിരിയും എന്നുള്ള ഭയം സുകുമാരൻ നായർക്കുണ്ട്, അല്ലെ വെള്ളാപ്പള്ളിക്കുണ്ട്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയുടെ മറ്റേ തുഷാർ വെള്ളാപ്പള്ളി ദേവസ്വം ബോർഡിൽ പ്രസിഡന്റായിരുന്ന കാലമുണ്ട്. ജി.രാമൻ നായരും തുഷാർ വെള്ളാപ്പള്ളിയും കൂടെ. അന്ന് ഇത് ഉണ്ടായിരുന്നു എന്നറിയാം. ആർക്കെങ്കിലും അറിയാവോ? രമേശിനും പേടിയുണ്ട്. ശിവകുമാർ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയായിരുന്നു. അപ്പൊ ഇങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങൾ ഇവർക്ക് ഇവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. ആ സ്വാർത്ഥ താല്പര്യങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസിനെ വെച്ച് വിലപേശുകയാണ് ഇവര്. ആ വിലപേശലിൽ നിന്ന് കൊടുക്കാൻ അത്രയും നല്ലത്. അതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ 10 വർഷങ്ങൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് UDF എന്ന് പറഞ്ഞാൽ. അപ്പം അതിന്റെ അവസാന ഘട്ടത്തിലോട്ട് CPM പലപ്പോഴും ലീഗിനെ കയറിങ്ങാണ്ട് ലീഗിനെ LDF സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി കാണുന്നു, അവരുടെ നേതാക്കന്മാരത്തിലോട്ട് സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ലീഗ് അപ്പോഴും പോണ്ടേ എന്നുള്ളൊരു സാധനം അങ്ങനെ ഉണ്ടായിരുന്നു. ആ ഒരു സന്ദർഭത്തിൽ കൂടിയാണ് സതീശനെ എല്ലാവരും ഒരുമിച്ച് കൂട്ടി നിന്ന് ജയിച്ചത്. അപ്പൊ ഇൻ കേസ് ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ലീഗ് അങ്ങോട്ട് ചാടുവോ ഇല്ലയോ? ആ ഒരു സാധനം എങ്ങനെ കാണുന്നത്? അല്ല, അതിന്റെ സതീശൻ ഒരു ലീഗിന്റെ മുമ്പിൽ UDF ജയിക്കാൻ പോകുന്നു എന്നുള്ള വിശ്വാസം ഉണ്ടാക്കിയെടുത്തയാൾ സതീശനാണ്. അത് KC വേണുഗോപാലല്ല, രമേശ് ചെന്നിത്തലയല്ല. പിണറായി വിജയൻ തെറ്റിയോട് കുറെ വോട്ട് UDF കിട്ടും എന്നൊരു കണക്കൂട്ടലുണ്ടായിരുന്നു. പക്ഷെ ആ കണക്കൂട്ടൽ തെറ്റിക്കാൻ ലീഗ് മാത്രം വിചാരിച്ചാൽ മതിയായിരുന്നു. ലീഗ് അടുത്ത വർഷത്തേക്ക് പോയിരുന്നെങ്കിൽ ഇവരുടെ ഇടപാട് തീർന്നില്ലേ? കുടനാടൻ MLA എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കേണ്ടി വരികയില്ലായിരുന്നല്ലോ, പ്രസ്താവന കൊടുക്കേണ്ടി വരികയില്ലായിരുന്നല്ലോ. പക്ഷെ ലീഗിന്റെ മാത്രം ശക്തി കൊണ്ടോ കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിന്റെ ശക്തി കൊണ്ടോ അല്ല, ഇത് പിണറായി വിജയനുള്ള എതിർപ്പാണ്. അത് പ്രകടിപ്പിക്കാൻ പറ്റിയ പ്ലാറ്റ്ഫോമായിട്ട് കോൺഗ്രസിനെ മാറ്റിയെടുത്തത് സതീശനാണ്. ആ സതീശനെ പടവിലേക്ക് പിടിക്കാനാണ് എല്ലാവർക്കും. സതീശന്റെ ഭാഗത്ത് തെറ്റുകളുണ്ട്. സതീശനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു ചാനലാണ് നമ്മുടേത്. പക്ഷെ മറിച്ച് സതീശന്റെ ഫൈറ്റിംഗ് ക്വാളിറ്റി കോൺഗ്രസിൽ വളരെ ചുരുക്കം നേതാക്കളേ ഉള്ളൂ. ആ ഫൈറ്റിംഗ് ക്വാളിറ്റി ഇടയ്ക്കൊക്കെ സതീശൻ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള തോന്നൽ വന്നപ്പോൾ ഉറപ്പായിട്ടും സതീശനെ ഞങ്ങൾ അതുപോലെ എതിർത്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി സതീശന് മുമ്പോട്ട് പോകാനേ പറ്റുള്ളൂ. ആ മൂവ്മെന്റ് മുമ്പോട്ടായി കഴിഞ്ഞു. സതീശൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. മറ്റുള്ളവരൊന്നും പറയാത്തതുകൊണ്ട് അവർക്ക് എന്ത് നിലപാടെടുക്കാം. KC വേണുഗോപാലും പറഞ്ഞ, രമേശൻ പറഞ്ഞിട്ടില്ല, വേറൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് ഏത് നിലപാടും എടുക്കാം. ഒരു കാര്യം മാത്രം, രമേശ് ചെന്നിത്തലയുടെ ഒക്കെ കാര്യം ഓർക്കുമ്പോൾ ഒന്ന് ഭയപ്പെടുന്നു. വളരെ സുഖമായിട്ട് TP വധക്കേസിലെ പ്രതികളെ ഒന്നൊന്നായി പിടിച്ചകത്തിടുന്ന സമയത്താണ് താക്കോൽ സ്ഥാന കൈമാറ്റം നടന്ന് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകുന്നത്. അതിനുശേഷം TP വധക്കേസ് അന്വേഷണം എവിടെ എത്തി എന്ന് അന്വേഷിക്കുമ്പോൾ തീർച്ചയായും ഭയപ്പെടുന്നു.